ഇപ്പോൾ തലസ്ഥാനത്തേക്ക് പ്രവർത്തകരുടെ ഒഴുക്കാണ്. വലിയ സുരക്ഷാ വലയത്തിലാണ് തലസ്ഥാനമുള്ളത്. സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ മുന്നിലുള്ള വിവിധ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പല ഗേറ്റുകളിലൂടെ പ്രവർത്തകർ എത്തുന്നു. അല്പസമയത്തിൽ എത്തുന്നു. ഇപ്പോൾ DK ശിവകുമാർ അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. ഇനി 1.5 മണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ടീം VDS ചുമതലയേൽക്കാൻ പോകുന്നു. ആ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ. മംഗളാംകുഴി അലി അടക്കമുള്ളവർ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ടീം VDS സർക്കാർ ഇന്ന് അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിലെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേൽക്കാൻ നിമിഷ നേരങ്ങൾ മാത്രമാണ് ബാക്കി. ആവേശക്കടലായി മാറിയിരിക്കുന്നു. പ്രവർത്തകരെ കൊണ്ട്, നേതാക്കളെ കൊണ്ട് 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തുകയാണ് UDF സർക്കാർ. കേരളമൊട്ടാകെയുള്ള പ്രവർത്തകർ ഒന്നടങ്കം തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിട്ട് കാണാൻ കഴിയാത്തവർക്കായി നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ LED സ്ക്രീനുകളും തയ്യാറാക്കി. രാഹുൽ ഗാന്ധി അടക്കം ദേശീയ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. ഇപ്പോൾ എയർപോർട്ടിലേക്ക് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തുന്നു. സ്വീകരിക്കാൻ വേണ്ടി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തന്നെ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട്. 21 മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മന്ത്രിമാരുടെ വകുപ്പുകൾ ഏറെക്കുറെ ധാരണയായത്. VD സതീശൻ കൈകാര്യം ചെയ്യുക ധനകാര്യ വകുപ്പ്, തുറമുഖ വകുപ്പ്, പൊതുഭരണ വകുപ്പ്, PRD വകുപ്പായിരിക്കും. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുക മുഖ്യമന്ത്രി തന്നെയായിരിക്കും. രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തര വകുപ്പും വിജിലൻസ് വകുപ്പും കിട്ടുക. സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പാണ്. കെ മുരളീധരൻ ആരോഗ്യവും ദേവസ്വവും നിലനിർത്തും. ബിന്ദു കിഷ വനിതാക്ഷേമം സാമൂഹ്യനീതി വകുപ്പുകൾ. OJO ജനീഷ് കുമാറിന് കായികവും യുവജനക്ഷേമവുമാണ് ലഭിക്കുക. M ലിജുവിന് എക്സൈസും സഹകരണവും ലഭിക്കും എന്നാണ് അറിയുന്നത്. AP അനിൽകുമാറിന് വൈദ്യുതിയും, റോജി M ജോണിന് തൊഴിലുമാണ് ലഭിക്കുക. PC വിശ്വനാഥിന് ടൂറിസം സാംസ്കാരികം വകുപ്പുകളാണ്. KA തുളസിക്ക് പട്ടികജാതി പട്ടികവർഗക്ഷേമ വകുപ്പ് ലഭിക്കും. PK കുഞ്ഞാലിക്കുട്ടി IT വ്യവസായം, മോൻ ജോസഫ് ജലവിഭവം, CP ജോൺ ഗതാഗതം, R റോഷിപ്പാൽ, റഹീസ് റഷീദും TV പ്രസാദും ഹരിയും ഒക്കെ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ റഹീസിലേക്ക് കൂടി പോകുന്നു. റഹീസ്, ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? സ്റ്റേഡിയത്തിന് പുറത്തുള്ള തിരക്കെങ്ങനുണ്ട്? ആവേശത്തോടുകൂടി പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുകയാണോ? ഇതിനകം തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉൾവശത്ത് പരമാവധി സീറ്റുകൾ നിറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി 1.5 മണിക്കൂർ സമയമേ ബാക്കിയുള്ളൂ. അരുൺകുമാർ, സെൻട്രൽ സ്റ്റേഡിയത്തിന് 4 വശത്തുമുള്ള ഗേറ്റ് വഴിയാണ് പ്രവർത്തകരെ അകത്തേക്ക് കയറ്റിവിടുന്നത്. അത് ഓരോ തരത്തിലുള്ള പ്രവർത്തകരെ, പാസ്സുള്ള പ്രവർത്തകർ, പാസ് ഇല്ലാത്ത പ്രവർത്തകർ, VIP ഗേറ്റ്, VVIP ഗേറ്റ്, അങ്ങനെ പല തരത്തിലുള്ള കാറ്റഗറിയിലാണ് ആളുകളെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ വശത്തും വാഹനങ്ങൾ പോകാൻ പറ്റില്ല, ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അവസ്ഥയിൽ ആളുകളുണ്ട്. നമ്മൾ നിൽക്കുന്നത് VIP VVIP ഗേറ്റിന്റെ ഭാഗത്താണ്. ആ ഭാഗത്ത് പോലും വലിയ തിരക്കാണ് ഇപ്പോഴുള്ളത്. ഈ ഗേറ്റിലൂടെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എയർപോർട്ടിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഒരു നിമിഷം റഹീസ്, ഇപ്പോൾ VD സതീശൻ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെ ഉണ്ടാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ അവരെ സ്വീകരിക്കാൻ വേണ്ടി നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തന്നെ പോയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഞാൻ റഹീസിലേക്ക് തിരിച്ചു വന്നു. നമുക്ക് ആ ഫ്രെയിം അവിടെ നിർത്താം. എയർപോർട്ടിലെ ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ PK ബഷീർ PMA സലാമുമായിട്ട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഒരു ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാം. തലസ്ഥാനത്തെ ഒരുക്കങ്ങളുടെ എല്ലാ ദൃശ്യങ്ങളും അതിവേഗം പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ റഹീസുണ്ട്. റഹീസ്, പറഞ്ഞതുപോലെ പ്രവർത്തകർ ഒഴുകി വരുന്നു. മന്ത്രിമാർ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറെടുക്കുന്നു. എല്ലാവരും ഒരുങ്ങി. അവരുടെയൊക്കെ ജീവിതത്തിലെ വലിയ പ്രതീക്ഷകളാണല്ലോ ഈ ദിവസം. അതാണ് അരുൺകുമാർ, വലിയ 10 വർഷത്തെ UDF പ്രവർത്തകരുടെ പ്രതീക്ഷ കൂടി ആയതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. ഇത് സുരേഷ് കുറുപ്പ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടി സുരേഷ് കുറുപ്പ് അടക്കം ഉള്ള ആളുകൾ എത്തിയിരിക്കുന്നു. ഇത് നമ്മൾ നിൽക്കുന്നത് ഇതിലൂടെ ആയിരിക്കും നിയുക്ത മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, MP മാരൊക്കെ കയറിപ്പോകുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കുള്ള ഒരു ഗേറ്റാണ്. ഒരു ഗേറ്റിന്റെ ഭാഗത്താണ് നമ്മൾ ഉള്ളത്. പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഈ വഴിയിലൂടെയാണ് കയറിപ്പോകുന്നത്. നമുക്ക് CPM-ന്റെ ഒരു നേതാവ് കൂടിയായ സുരേഷ് കുറുപ്പ് ഇതിലേക്ക് വരുന്നുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിലെ പ്രത്യേക ക്ഷണം ഉണ്ടായിരുന്നു. ജോൺ ക്ഷണിച്ചില്ലേലും വരണല്ലോ. ജോൺ ക്ഷണിച്ച CMB-യിലേക്ക് ഒഴിച്ച് ബാക്കി എവിടെയും പോകും. CP ജോണുമായിട്ട് അന്നേ ഉള്ള അതെ. പക്ഷെ CMB-യിലേക്ക് പോകില്ല. മുമ്പ് ക്ഷണിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. ഇല്ല, ഒരിക്കലും ഇല്ല. വരില്ലാന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും. അതാണ് CP ജോൺ വിളിച്ചാൽ എവിടെയും വരും. CMB-യിലേക്ക് അല്ലാതെ എന്താണ് സുരേഷ് കുറുപ്പ് പറഞ്ഞത്? സെക്രട്ടേറിയറ്റിലെ എങ്ങനെയുണ്ട് അവിടെ ഒരുക്കങ്ങൾ? അവിടെ കുറച്ച് നീലക്കുപ്പായിട്ട് ചില ചേട്ടന്മാരൊക്കെ നിൽക്കുന്നു, കല്യാണത്തിനൊക്കെ വരുന്ന പോലെ.
അതാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയൻ, അതായത് UDFന്റെ സെക്രട്ടേറിയറ്റ് യൂണിയന്റെ ആളുകളാണ്. ഇനി അവരുടെ കാലമാണ്. അവരിങ്ങനെ നീല ഡ്രസ്സൊക്കെ ഇട്ട് ഇനി നിങ്ങളുടെ കാലമാണെന്ന് പറയാറ്. അല്ല, ഞങ്ങളുടെ കാലം ജീവനക്കാരുടെ കാലം. കാരണം 10 കൊല്ലമായി 5 ലക്ഷത്തോളം ജീവനക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുടെ മോചനമാണ് ഇന്ന്. ഈ കുടിശ്ശിക ഞങ്ങളെല്ലാം ആഹ്ലാദത്തിന്റെ ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് ജീവനക്കാരുടെ ഗവൺമെന്റാണ്. എല്ലാവരും കൂടെ നീല ഇട്ടെന്ന് ഒരു സന്തോഷത്തിന്റെ കളർ. അതെ നീലയാണ്. കാരണം ഞങ്ങൾ ഒരു പരമ്പരാഗതമായ ഒരു കളറായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ നീല നിറം അണിഞ്ഞ് സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനയിലെ പ്രവർത്തകരുണ്ട്. അത്യാവേശത്തിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പോകാം. അവിടെ ഒരു അലകടൽ പോലെ പ്രവർത്തകർ ഇങ്ങനെ ഇളകി നിൽക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അവിടെ പ്രതീഷുണ്ട്. പ്രതീഷ്, അവിടെ TV പ്രസാദും അവിടെയുണ്ട്. പ്രതീഷ്, TV പ്രസാദ്, നിങ്ങൾ ആരാണ് കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. ആ തിരക്കിനിടയിൽ എങ്ങനെയാണ് വലിയ ആവേശം? അരുൺകുമാർ, പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമാണ്. അവർ കാത്തിരുന്ന ആ ഒരു നിമിഷത്തിന് ഇനി മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം തിരുവനന്തപുരം നഗരത്തെ തിരക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ പ്രവർത്തകരെ കൃത്യമായ ഇടവേളകളിൽ പാസ് നോക്കിയാണ് പോലീസ് കടത്തിവിടുന്നത്. ഈ സെക്രട്ടേറിയറ്റിന്റെ ഈ പ്രധാനപ്പെട്ട ഗേറ്റിന് വശത്ത് ബാരിക്കേഡ് വെച്ച് ഈ പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പാസ് നോക്കിയാണ് പ്രവർത്തകരെ പോലീസ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. നിരവധി പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുന്നിൽ, ഈ ഗേറ്റിന് മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഈ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ദൂരം പ്രവർത്തകർ വരി നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിട്ട് കാണാനുള്ള ആ ഒരു കാത്തിരിപ്പിൽ കൂടിയാണ് പ്രവർത്തകർ. അതിനായാണ് പ്രവർത്തകർ കൂടുതലും ഈ ഗേറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞത് പ്രകാരം ഈ പാസ് ഉള്ളവർക്കായിരിക്കും ആദ്യം പരിഗണന നൽകുക. അതിനുശേഷമായിരിക്കും മറ്റുള്ളവർക്ക് സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാനുള്ള അവസരം ഒരുക്കുന്നത്. പക്ഷേ ഈ കൂടുതൽ ആളുകൾ ഒന്നിച്ച് കൂട്ടമായി ഇവിടെ എത്തിയതോടുകൂടിയാണ് പോലീസ് നിയന്ത്രണം കുറച്ച് കടുപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ മൈക്കിലൂടെയൊക്കെ തന്നെ ഈ പ്രവർത്തകർ സംയമനം പാലിക്കണം, അതായത് കൂട്ടമായി ഒരുമിച്ച് എത്തരുത് എന്നുള്ള കാര്യങ്ങൾ പോലീസ് അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. കാരണം തിരക്ക് നിയന്ത്രിക്കുന്ന